Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ വെൽവെറ്റ് കേക്ക്. അപ്പോൾ എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ വെൽവെറ്റ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്തു വെക്കാനുള്ളതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ക്ലീൻ ബൗളിൽ 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാലിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കണം. അതായത് കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്ത് വെച്ചേക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് തൈരാണെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷേ ഒട്ടും പുളി ഇല്ലാത്ത തൈര് വേണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല കറക്റ്റ് ടെക്സ്ചർ തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഒരു കടായിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പിൽ വെക്കണം. അപ്പോൾ ഇതും കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ചെയ്തു വെക്കണം. നമ്മളിവിടെ ഓവനിലല്ല, നോൺ സ്റ്റിക്ക് പാനിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു റൗണ്ട് സ്റ്റീൽ പാത്രം, അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് സെറ്റാക്കി വെക്കുക. പിന്നെ 2 കോഴിമുട്ടയും ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ എടുത്ത് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ ആക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ ഡ്രൈഡ് മിക്സ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് കേക്ക് ഫ്ലോറാണ് വേണ്ടത്. അപ്പോൾ കേക്ക് ഫ്ലോർ എന്ന് പറയുന്നത് നമ്മുടെ മൈദമാവ് തന്നെയാണ്. അപ്പോൾ 1 കപ്പ് മൈദ ശേഷം അതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ മൈദമാവ് നമുക്ക് എടുത്ത് മാറ്റണം. എന്നിട്ട് അതിനു പകരം 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് നല്ല പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫ്ലോർ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മൈദമാവ് മാറ്റി, എന്നിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുന്നത് നമ്മുടെ കേക്കിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ്, നല്ലൊരു ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് കറക്റ്റ് മെഷർമെൻറ്റ് കപ്പും സ്പൂണും ഉപയോഗിച്ചാണ്, എന്നാലേ കറക്റ്റ് പെർഫെക്റ്റ് കേക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇതിനൊന്ന് അരിച്ചെടുക്കണം. ഇത് അളവെല്ലാം കറക്റ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അപ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടെ നമുക്കൊന്ന് വേറൊരു ബൗളിലേക്ക് അരിച്ച് ഇടാം. അപ്പോൾ ഈ മിക്സ്ചറെല്ലാം, ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം മൈദമാവിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. രണ്ടാമതും അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു ക്ലീൻ ബൗളിലേക്ക് നമ്മൾ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള 2 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം വേണം ഇതിലേക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിലും വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും ചെയ്താൽ മതി. ഈ ഒരു പാകത്തിന് നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാരയുടെ അളവാണ് 1 കപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നിങ്ങൾ പൊടിക്കുകയാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കിട്ടും. ഇത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. സൺഫ്ലവർ ഓയിൽ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ്, ആ മുട്ടയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് വാനില എസൻസ് ചേർക്കുന്നത്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും വിനീഗറും കൂടി ചേർത്ത മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ആയി കിട്ടിയാൽ മതി നമുക്ക്. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈഡ് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദാമാവും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്ത മിക്സ്ചർ ഇതിലേക്ക് കുറേശ്ശെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുമിച്ച് ഈ ഫ്ലോർ എല്ലാം കൂടെ ഒരുമിച്ച് ഇടരുത്, കുറേശ്ശെ ഇട്ടതിന് ശേഷം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലെൻഡർ ഇല്ലെങ്കിലും സാരമില്ല, വിസ്ക് ഉപയോഗിച്ചാണെങ്കിലും തയ്യാറാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മിക്സ്ചർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഗ്രീൻ ഫുഡ് കളർ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡറും കൂടെ ചേർക്കുമ്പോഴേ കറക്റ്റ് ആ ഒരു ഡാർക്ക് കളർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ലൈറ്റ് കളർ ആയിരിക്കുള്ളൂ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പാത്രം, അതിലേക്ക് നമുക്കിത് കേക്ക് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ബട്ടർ പേപ്പർ തയ്യാറാക്കാൻ വേണ്ടിയുള്ള, അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കാണണം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് മിക്സ്ചർ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതൊന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഒരു അലൂമിനിയം കടായിലേക്കാണെങ്കിലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു റിങ് വെച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് 50 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 50 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇനി ഇതൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കണം, ഇത് കറക്റ്റ് പാകമായോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ കേക്ക് ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കേക്ക് ചൂടാറിയതിന് ശേഷം വേണം ഈ പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട്. ഇനി ആ സമയത്തിന് നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. ഇതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേരണം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് സൈഡൊന്ന് ഒരു കത്തി കൊണ്ടൊന്ന് ഇതാക്കിയതിന് ശേഷം ഇതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. 3 ഞാനിവിടെ മുറിച്ചെടുക്കാൻ പോകുന്നത്. കാരണം അത്യാവശ്യം നല്ല കട്ടിയുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് 3 സ്ലൈസായിട്ട് മുറിച്ചെടുക്കാം. ഏറ്റവും മുകളിലെ സ്ലൈസ് ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. കാര്യം അതിൽ നിന്ന് നമുക്ക് കുറച്ച് കേക്കും കൂടെ മുറിച്ച് മാറ്റാനുണ്ട്. നമുക്ക് കേക്കിൻ്റെ കുറച്ച് ക്രംസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന്, ഫസ്റ്റ് കട്ട് ചെയ്ത കേക്കിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ ഈ കേക്ക് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഈ കേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ്, വെറുതെ കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു മിക്സ്ചർ ആക്കിയിട്ടാണ് നമ്മൾ ഗ്രീൻ വെൽവെറ്റ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഈ ഒരു പാകത്തിന്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ബൗൾ ഞാൻ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വിപ്പിംഗ് ക്രീം റിച്ച് ഗോൾഡിൻ്റെ 500 ഗ്രാം പാക്കാണ് ഇത്. ഇതിൽ നിന്ന് 250 ഗ്രാം മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. ഇതിൽ നിന്ന് പകുതി നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ബൗള് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ക്രീം കിട്ടുള്ളൂ. നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഈ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മധുരമുണ്ട്, എന്നാലും അഡീഷണൽ ആയിട്ട് നമുക്ക് മധുരത്തിൻ്റെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു പാകത്തിന് ഇതിലേക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം.
നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലായി വന്നിട്ടുണ്ട്, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറായി കിട്ടണം. എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയി കിട്ടുള്ളൂ. മറിച്ചിട്ടാലും പോവാത്ത വിധത്തിൽ വേണം വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് ടേബിളിന് പകരമായിട്ട് നമുക്കിത് ഒരു ബൗള് ഇങ്ങനെ മറിച്ച് വെച്ച് കൊടുക്കാം. അതിന് മുകളിലേക്ക് ഒരു പ്ലേറ്റ് ഇതേപോലെ മറിച്ച് വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ വേണം കേക്ക് ട്രേ വെക്കാനായിട്ട്. ഇത് ടേൺ ടേബിളിന് പകരം ഇങ്ങനെ യൂസ് ചെയ്താലും മതി. എന്നിട്ട് ഈ കേക്ക് ട്രേയുടെ നടുഭാഗത്തായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഒരു പീസ് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചൂടാറിയതിന് ശേഷം വേണം ഈ കേക്കിലേക്ക് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത്രക്ക് പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാ ഭാഗത്തേക്കും ഒന്ന് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിലേക്ക് നമുക്ക് അടുത്ത കേക്ക് സ്ലൈസ് വെച്ച് കൊടുക്കാം. വീണ്ടും വിപ്പിംഗ് ക്രീം എല്ലാ ഭാഗത്തേക്കും ഈ കേക്ക് സ്ലൈസിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് അടുത്ത കേക്ക് സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീമും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുന്നതൊന്നും ഫുള്ള് കാണിക്കാത്തത്. വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ എല്ലാ സൈഡ്സിലേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ക്രംസ് ഒരു അരിപ്പ് കൊണ്ട് അരിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൈകൊണ്ട് ഉടച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് നല്ല പൗഡർ പോലെ തന്നെ പൊടിഞ്ഞ് കിട്ടും. ഇത് കേക്കിൻ്റെ സൈഡ്സിലേക്കും എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് എല്ലാ ഭാഗത്തേക്കും കേക്ക് ക്രംസ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ചെറിയ പൈപ്പിംഗ് കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലിട്ടതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഇതിൻ്റെ താഴെ വശത്തായിട്ട് നമുക്കൊന്ന് ചെറിയ പൂക്കൾ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ടേൺ ടേബിളൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രീൻ വെൽവെറ്റ് കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തേക്കും പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ വെൽവെറ്റ് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.